ഗൈനി എന്നാണ് അതിനെ വിളിക്കുക. അതിന് പറക്കാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ റാണീച്ചയ്ക്ക് പറക്കാൻ മേലെന്ന്. റാണീച്ചയ്ക്ക് പറക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഗൈനിക്ക് പറക്കാം. അപ്പൊ ഈ റാണി ഈച്ച എന്ന് പറഞ്ഞാൽ ചെറുതേനീച്ചയെ സംബന്ധിച്ചും വൻതേനീച്ചയെ സംബന്ധിച്ചും അല്ല, അതിന്റെ മുട്ട വിരിഞ്ഞത് പുറത്തേക്ക് ഇറങ്ങിയാൽ അതിനെ റാണി എന്നല്ല വിളിക്കുക, മറിച്ച് ഗൈനി എന്നാ വിളിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു റാണീച്ചയ്ക്ക് പറക്കാൻ പറ്റില്ല, പക്ഷെ ഗൈനിക്ക് പറക്കാം. ഗൈനിക്ക് പറക്കാം. അപ്പം വൻതേനീച്ചയായാലും ചെറുതേനീച്ചയായാലും ഇറ്റാലിയൻ തേനീച്ചയായാലും പെരുന്തേനീച്ചയായാലും റാണി വിരിഞ്ഞിറങ്ങിയാൽ 3 ദിവസം കഴിയുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് പറക്കും. അങ്ങനെ പറക്കുമ്പോൾ അതിന്റെ ചുറ്റുവട്ടമുള്ള സകല കൂടുകളിലെയും ആണീച്ചകൾ, ആ പ്രദേശത്തുള്ളവയെല്ലാം ഈ ഒരു പ്രത്യേക മണം കൊണ്ട് അട്രാക്ട് ചെയ്യപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് ഇതിനെ അനുധാവനം ചെയ്ത് പറക്കും. ഇതിന്റെ പുറകെ പറക്കും. അന്തരീക്ഷത്തിൽ വെച്ചാൽ ഇത് ഇണയരും. ഇണ ചേരുന്ന ആണീച്ച അതോട് ചത്തുവച്ചു. വൻതേനീച്ചയിലാണെങ്കിൽ അത് 1, 2, 3, 4, 5, 20-ലേറെ വരെ ആണീച്ചകളുമായി ഇണ ചേരുന്നതായി പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്. ചെറുതേനീച്ചയിൽ ഇതുവരെയുള്ള നമ്മുടെ അറിവനുസരിച്ച് അത് ഒരാണീച്ചയുമായി മാത്രമേ ഇണ ചേരുന്നുള്ളൂ. ഒറ്റ ആണീച്ചയായിട്ട് അത് ഇണ ചേരും. അവിടെയും ആണീച്ച ചത്തുപോവുക ചെയ്തു. എങ്ങനെ ചത്തുപോകുന്നത്? അതിന്റെ ജനനേന്ദ്രിയ അതിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്തോടെ അപ്പാടെ പറഞ്ഞങ്ങ് ചത്തുപോയി. നമ്മൾ കണ്ടോ, നമ്മളെ തേനീച്ച കുത്തി കഴിഞ്ഞാൽ അതിന്റെ തൊങ്ങൽ നമ്മുടെ ശരീരത്തിൽ ഇരിപ്പുണ്ട്. അയച്ച് ചത്തുപോയി ചെയ്തു. പുറവശം പറഞ്ഞു പോയി, അതങ്ങ് ചത്തുപോകും. അതിന് സ്റ്റിങ് എന്ന് പറയും, മുള്ള്. അതുപോലെ തന്നെയാണ് ഇണ ചേരുമ്പോഴും അതിന്റെ ജനനേന്ദ്രിയം, ആണീച്ചകളുടെ ജനനേന്ദ്രിയം അതിന്റെ പുറകിലത്തെ ഒരു സെഗ്മെന്റോടുകൂടി പറഞ്ഞങ്ങ് പോകും. ആട് പിന്നാക്കം ഇണങ്ങ് ചത്തും പോകും. ഇണചേരൽ പ്രക്രിയ കഴിഞ്ഞ് റാണീച്ച കൂട്ടിലേക്ക് തിരികെ വരും. ഒരു 6 ദിവസം കഴിയുമ്പോൾ മുട്ടയിടാൻ തുടങ്ങും. പിന്നീട് ജീവിതകാലത്ത് ഒരിക്കലും അവ ഇണ ചേരുന്നില്ല. തേനീച്ചകളെല്ലാം അങ്ങനെയാണ്. പിന്നീട് ജീവിതകാലത്ത് ഒരിക്കലും അവ ഇണ ചേരുന്നില്ല. ചെറുതേനീച്ചയാണെങ്കിൽ പിന്നീട് ജീവിതകാലത്ത് ഒരിക്കലും അത് കൂടിന്റെ പുറത്തോട്ട് പറക്കൊന്നുമില്ല. കാരണം അതിന്റെ ചിറകുകൾ ശോഷിച്ചു പോകും, പറക്കാൻ പറ്റില്ല. വൻതേനീച്ച പക്ഷെ അങ്ങനെയല്ല, അതിന് പറക്കാം. കൂടുതലായ ദൂരത്തേക്ക് പറക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ, അത്യാവശ്യം പറക്കാം. അതുകൊണ്ട് വൻതേനീച്ചയിൽ സെറ്റ് പിരിഞ്ഞു പോകുന്ന അവസരത്തിൽ, സെറ്റ് പിരിയുന്നില്ല, അതായത് ഡിവിഷൻ നടത്തുന്ന സമയത്ത് പഴയ റാണിയാണ് പറന്നു പോകും. കാരണം അതിന് പറക്കാം. അപ്പം പുതിയ റാണി മുട്ടയിട്ട് അത് വിരിയുന്നതിൻ്റെ തലേദിവസം പഴയ റാണി പകുതി ഈച്ചയോടുകൂടി പുതിയ സ്ഥലത്തോട്ട് പറന്നു പോകും. അവനാ നിൽക്കും. ചെറുതേനീച്ചയിൽ അങ്ങനെയല്ല, അത് അസാധ്യമാണ്. കാരണം എന്താണ്? റാണിച്ചയ്ക്ക് പറക്കാൻ കഴിയില്ല. അപ്പൊ പോകണമെങ്കിൽ ആര് പോകണം? പുതിയ റാണി പോകണം, ഗൈനി പോകണം. നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ വീടിന്റെ ഭിത്തിയിലിരിക്കുന്ന ഈച്ച ഇങ്ങനെ രാവിലെ പോലെ ഇളകി പറക്കണുണ്ടോ? കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ട്. അത് നിങ്ങളിങ്ങനെ പറക്കണം. രാവിലെ ഒരു 9 ആയപ്പോൾ കണ്ട് വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ നിങ്ങൾ ഓഫീസിൽ നിന്ന് വന്നപ്പോഴും പറക്കണുണ്ട്. പിന്നെ അത് അകത്തോട്ട് കയറും. ഇന്ന് കാണും, നാളെ കാണും, ചിലപ്പോൾ നാളത്തെ കഴിഞ്ഞ് കാണും, പിന്നെ ഒരു ദിവസം വന്നപ്പോൾ കണ്ടില്ല. ഇവിടെ സംഭവിച്ചത് എന്താ? ഈ കൂടിനകത്തൊരു ഗൈനി ഉണ്ടായി. ഈച്ച എല്ലാം തെങ്ങി നടന്നപ്പോൾ അതിന് തോന്നിയൊരു വിഭജനം നടത്തിയേക്കാം, വംശവർദ്ധനവിന് വേണ്ടിയിട്ട്. ഇപ്പോൾ വേലക്കാരി ഈച്ചകൾ സമീപത്ത് എവിടെയെങ്കിലും പോയി ഒരു കൂടൊക്കെ കണ്ടുപിടിച്ചു. അവിടെ കൊണ്ട് ഇത്തിരി തേനും മെഴുകും ഒക്കെ കൊണ്ട് സംഭരിച്ച് റെഡിയാക്കി എല്ലാം വെച്ചു. അങ്ങനെ എല്ലാം വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഗൈനിയുണ്ട്. വേലക്കാരി ഈച്ച പുറത്തിറങ്ങിയിട്ട് നമുക്ക് അങ്ങ് പോകാമെന്ന് പറഞ്ഞ് വിളിക്കും. പക്ഷെ ഗൈനിക്ക് ധൈര്യമില്ല, അത് വിരിഞ്ഞിറങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന് പറക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അത് അന്ന് പറഞ്ഞില്ല. വൈകുന്നേരം ഇവരെല്ലാം തിരിച്ചകത്ത് കയറും. നാളെയും പറക്കും, നാളത്തെ കഴിഞ്ഞും പറക്കും. നാളത്തെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഗൈനിക്ക് തോന്നി ഇന്നങ്ങ് പറഞ്ഞേക്കാം, അതങ്ങ് പറഞ്ഞു പോകും. പുതിയ സ്ഥലത്തോടെ അവർ പോകും. പകുതി ഈച്ച സെറ്റ് പിരിഞ്ഞങ്ങ് പോകുന്ന പരിപാടിയാകും. നമുക്കറിയാമെങ്കിൽ നമുക്കൊരു ഗുണം എന്താണ്? ആ കൂട് നമുക്ക് വിഭജനം നടത്താം. കാരണം അതിനകത്ത് ഇപ്പോൾ ഗൈനിയുണ്ട്, സുഖമായിട്ട് നമുക്ക് വിഭജനം നടത്തി അറിയാവുന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ മൂവ്മെന്റ് ഇത് നടത്തുന്നത് ഈ ഗൈനി വിരിഞ്ഞിറങ്ങുമ്പോഴാണ്. ഈ ഗൈനി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിന് വലിയ ചിറകുകളുണ്ട്, വലിയ ശരീരമുണ്ട്. ഇത് വിരിഞ്ഞിറങ്ങുന്ന മുട്ടയെ ഞാൻ കാണിച്ചു, നേരത്തെ കണ്ടതാണ്. ഇതാണ് വിരിഞ്ഞിറങ്ങുന്നത്. ആ വിരിഞ്ഞിറങ്ങുന്ന മുട്ട നോക്കി, അതിന്റെ പ്രത്യേകത എന്താ? അതിന് വലിപ്പം കൂടുതലുണ്ട്. അതിന്റെ അടുത്ത് നിൽക്കുന്ന ആണീച്ച അല്ലെങ്കിൽ പെണ്ണീച്ച വിരിയാനുള്ള മുട്ട നിൽക്കുന്നുണ്ട്. ആ മുട്ടയുടെ ഇരട്ടിയിലേറെ വലിപ്പമുണ്ട് റാണി വിരിയേണ്ട മുട്ടയ്ക്ക്, അല്ലേ? കാണുമ്പോൾ അറിയാം. അതായത് നിങ്ങളൊരു ചെറുതേനീച്ച കൂട് തുറന്നു നോക്കിയാൽ അതിനകത്ത് കാണുന്ന മുട്ടയ്ക്ക് ഒരു മുഴുത്ത കടുകിന്റെ അല്ലെങ്കിൽ ഒരു ചെറിയ മല്ലിയുടെ അത്ര വലിപ്പമാണ് സാധാരണ മുട്ടയ്ക്കുള്ളത്. എന്നാൽ റാണി വിരിയേണ്ട മുട്ടയ്ക്ക് ഒരു കുന്നിക്കുരുവിന്റെ അത്ര വലിപ്പം ഉണ്ടാവും. ഒരു കുന്നിക്കുരുവിന്റെ അത്ര വലിപ്പം ഉണ്ടാവും. ഇപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം, കുന്നിക്കുരു കാണാത്തവരായിട്ടില്ലല്ലോ, അല്ലേ? അത്ര വലിപ്പമുണ്ട്. എന്തുകൊണ്ടാണ് അതിന് വലിപ്പം കൂടുതലുള്ളത്? അതിനകത്ത് കൂടുതൽ ഭക്ഷണം നിറയ്ക്കേണ്ടതുണ്ട്. റാണിയാണെങ്കിൽ എന്ത് വേണം? കൂടുതൽ ഭക്ഷണമാണ്. കൂടുതൽ ഭക്ഷണം നിറയ്ക്കണമെങ്കിൽ കൂടുതൽ വലിപ്പം വേണം. അപ്പോൾ കൂടുതൽ വലിപ്പമുള്ള സെല്ലുകൾക്കകത്ത് നമ്മൾ കാണുന്നത് റാണിയാണെന്ന് കാണുന്നത് എപ്പോഴും കൂടിയ വലിപ്പം. അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്? ഒരു കൂട് തുറന്ന് നോക്കുമ്പോൾ റാണി സെല്ല് കണ്ടാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. കാരണം എന്താണ്? ഇതിന് വലിപ്പക്കൂടുണ്ട്. അപ്പോൾ ഡിവിഷൻ നടത്തുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടത് റാണി സെല്ലോട് കൂടി ഡിവിഷൻ നടത്തിയാൽ ഡിവിഷൻ വിജയിക്കും. അത് ആ മുട്ടയെ ബീജസങ്കലനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച ബീജം അതിന് എന്ന് കിട്ടിയതാണ്?
3 വർഷം മുമ്പുള്ള വിവാഹപ്പറക്കലിൽ അത് ശരീരത്തിൽ കിട്ടി അന്ന് സംഭവിച്ച് സൂക്ഷിച്ചിരിക്കുന്ന സ്പേമാണ് അതിന്റെ ശരീരത്തുള്ളത്. അണ്ടവാഹിനിക്കുഴലിലൂടെ അണ്ടം താഴേക്ക് പറന്നു പോകും, താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ ഒരു സ്പേമിനെ അതങ്ങ് കടത്തി വിടും, അതിനെ ഫെർട്ടിലൈസ് ചെയ്യും, അത് ബീജസങ്കലനം നടക്കും. അത് വിരിഞ്ഞാൽ എന്താവും? അത് പെണ്ണീച്ചയാവും. ഇങ്ങനെ ബീജവാഹിനിക്കുഴലിലൂടെ ഇതിലൂടെ വരുന്ന അണ്ടത്തെ ഇടയ്ക്ക് അറിയാതെ ബീജസങ്കലനം നടത്താതെയും വിടും. സാധാരണ ഇതിൽ ബീജസങ്കലനം നടക്കാത്ത ഒരു മുട്ടയ്ക്ക് എന്ത് സംഭവിക്കും? വിരിയല്ല, ചീമുട്ടയെ പോകും. നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കോഴിയാണെങ്കിൽ അതിൻ്റെ മുട്ടയ്ക്ക് ബീജസങ്കലനം നടന്നില്ല, പൂവലില്ലാത്തടത്താണെങ്കിൽ മുട്ട ചീഞ്ഞു പോകും, ചീമുട്ടയാകാന്ന് നമ്മൾ പറയും. തേനീച്ചയിൽ അങ്ങനെയല്ല, അത് വിരിയും. അത് വിരിഞ്ഞാൽ അത് ആണീച്ചയാവും. അത് വിരിഞ്ഞാൽ അത് ആണീച്ചയായിരിക്കും. അപ്പം ഒരു തേനീച്ചക്കൂട്ടില് ആണീച്ചയും പെണ്ണീച്ചയും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ബീജസങ്കലനം നടന്ന മുട്ടയും ബീജസങ്കലനം നടക്കാത്ത മുട്ടയെ ആശ്രയിച്ചാണ്. ബീജസങ്കലനം നടന്ന മുട്ടയ്ക്ക് സാധാരണ ഭക്ഷണം കിട്ടിയാൽ അത് വേലക്കാരീച്ചയാവും, കൂടുതൽ ഭക്ഷണം കിട്ടിയാൽ അത് ആരാവും? റാണിയാവും. ഇങ്ങനെ 3 ഈച്ച ഒരു കൂടുതലുണ്ടാവും. 3 ഈച്ച ഒരു കൂടുതലുണ്ടാവുന്നത് ഇങ്ങനെയാണ്. ഇനി ഇത് റാണിയുടെ കഥ. വേലക്കാരി ഈച്ചകൾ എന്ന് വിളിക്കുന്നത് വർക്കർ ബീസ്. ആദ്യത്തെ എൻ്റെ ജോലി. അതൊരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തീറ്റ കൊടുക്കാനോ എടുക്കാനോ ഒക്കെ പഠിക്കും, അത് തീറ്റ എടുത്തു കൊടുക്കാൻ പഠിക്കും. അത് കഴിഞ്ഞാലോ പിന്നെ അതിൻ്റെ ഇതിൽ തലയിൽ നിന്ന് അതിനകത്ത് നിന്ന് ഈ റോയൽ ജെല്ലി സെക്രീറ്റ് ചെയ്യാനും അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും അത് പഠിക്കും. അത് കഴിഞ്ഞാലോ പുറത്തോട്ടത് പറക്കാനായിട്ട് തുടങ്ങണമെങ്കിൽ ഏതാണ്ട് ഒരു 10-20 ദിവസം കഴിയുമ്പോഴേ പോകുള്ളൂ. അങ്ങനെ അത് പുറത്തിറങ്ങി പറന്നാൽ തേനെടുക്കാൻ പഠിക്കും, പൂമ്പടി എടുക്കാൻ പഠിക്കും, പശ എടുക്കാൻ പഠിക്കും. ഇങ്ങനെ പഠിച്ച് ഏതെങ്കിലും അവസാനത്തെ ഒരു പറക്കലിൽ കൂടിലേക്ക് വരുന്ന വഴിക്ക് തന്നെ അത് കുഴഞ്ഞു വേണ്ടി ചത്തുപോകും. ചാവാൻ വേണ്ടി പോലും അത് കൂട്ടിലേക്ക് വരുന്നില്ല. അങ്ങനെ പറയാൻ കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ദിവസം 1500 മുട്ടയിടുന്നു പറഞ്ഞു. അപ്പോൾ അതിന് ആനുപാതികമായി ഈച്ച ചാവുന്നുമില്ലേ? 1500 മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് പുതിയ കുഞ്ഞുങ്ങളുണ്ടായെങ്കിൽ 1000 എണ്ണമെങ്കിലും അന്ന് ചത്തിട്ടുമുണ്ട്. പക്ഷെ നിങ്ങൾ കൂട് തുറന്നു നോക്കുമ്പോൾ ഒരു ഈച്ചെങ്കിലും ചത്തിടങ്ങാണ്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ചാകാൻ കൂട്ടിലേക്ക് വന്നില്ല, അതിങ്ങ് വരുന്ന വഴിക്ക് എവിടെയോ കുഴഞ്ഞു വേണ്ടി ചത്തുപോച്ചത്. അപ്പോൾ ജീവിതത്തിൻ്റെ തുടക്കം വിരിഞ്ഞിറങ്ങുന്ന അന്ന് മുതൽ എന്ന് എവിടെയോ വീണ് ചാവുന്നത് വരെ രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് ചത്തുപോയ ഒരു ജീവിയാണ്. ഒരു വിശ്രമമില്ല. രാത്രിയിലും അത് ജോലിയില്ല, കാരണം കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണം, പിറ്റേ ദിവസത്തേക്കുള്ളതിൻ്റെ അറ നിർമ്മിക്കണം, അതിന് പണിയില്ല. അതുകൊണ്ടാണ് നമ്മളതിന് വേലക്കാരി ഈച്ചകൾ എന്ന് വിളിക്കുന്നത്. വർക്കർ ബീസ് എന്നതിന് വിളിക്കുന്നത്. യാതൊരു വിശ്രമവും ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെയാണ് മഴക്കാലത്ത് ഇതിന് 90 ദിവസം വരെയൊക്കെ ആയുസുണ്ട്. തേനുള്ള സമയത്ത് ഇത് 28-30 ദിവസം ജീവിക്കുന്നുള്ളൂ. കാരണം അധ്വാന ഭാരം കൊണ്ടാണ് അതിൻ്റെ ആയുസ് കുറഞ്ഞു പോകും. മഴക്കാലമാണെങ്കിൽ അതിന് 3 ഇരട്ടി ആയുസ് കിട്ടിയത്. ഏത് 30 ദിവസം എന്നുള്ളത് 90 ദിവസം വരെ കിട്ടി. കാരണം അതിന് പറക്കാനും ചിലപ്പോൾ ഈ കൂട്ടിനകത്ത് ഇരിക്കുകയാകും, പിന്നെ വിശ്രമം കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ജോലി ചെയ്യുന്ന ഒരു ജീവിയാണ് വേലക്കാരി.